ഇന്നത്തെ അറിയിപ്പുകൾ. ആധാറിലെ വിവരങ്ങൾ സൗജന്യമായി തിരുത്താനുള്ള സമയപരിധി നീട്ടി. 2027 ജൂൺ 14 വരെ ആധാർ ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാനാണ് അവസരം. ആധാർ അനുബന്ധ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയം 1 വർഷം കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. 2027 ജൂൺ 14 വരെ ആധാർ ഉടമകൾക്ക് മൈ ആധാർ പോർട്ടൽ വഴി ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ള രേഖകൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യുന്നത് തുടരാമെന്ന് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു. 2026 ജൂണിൽ അവസാനിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ഈ സൗകര്യം മൈ ആധാർ പോർട്ടലിലൂടെ മാത്രമേ ലഭ്യമാകൂ. തിരിച്ചറിയൽ രേഖ, വിലാസ തെളിവ് എന്നിവയുമായി ബന്ധപ്പെട്ട രേഖകളുടെ അപ്ഡേറ്റുകൾക്ക് ഇത് ബാധകമാണ്. ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഈടാക്കിയിരുന്ന 25 രൂപ നിരക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ അക്ഷയ സെന്ററുകൾ അടക്കമുള്ള ആധാർ കേന്ദ്രങ്ങളിൽ പോയി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ചാർജ് 50 രൂപയായി തുടരും. myAadhar.uidai.gov.in എന്ന വെബ്സൈറ്റിൽ ഡോക്യുമെന്റ് അപ്ഡേറ്റ് ഓപ്ഷൻ വഴി രേഖകൾ പുതുക്കാം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കിഫ്ബിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ. പുതിയ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന കിഫ്ബിയുടെ ആദ്യ ബോർഡ് യോഗം 29-ന് ചേരും. സംസ്ഥാന ബജറ്റിനോടനുബന്ധിച്ച് കിഫ്ബിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് സർക്കാർ നീക്കം. പുതിയ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന കിഫ്ബിയുടെ ആദ്യ ബോർഡ് യോഗം 29-ന് ചേരും. കിഫ്ബിയുടെ കീഴിൽ സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളും അന്ന് പ്രഖ്യാപിച്ചേക്കും. കിഫ്ബിയുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി അഡീഷണൽ CEO മിനി ആന്റണി, മറ്റുന്നത ഉദ്യോഗസ്ഥർ എന്നിവരുമായി മുഖ്യമന്ത്രി VD സതീശൻ പ്രാഥമിക ചർച്ച നടത്തി. മുഖ്യമന്ത്രിയാണ് കിഫ്ബിയുടെ ചെയർപേഴ്സൺ, ധനമന്ത്രി വൈസ് ചെയർപേഴ്സണും. മുഖ്യമന്ത്രി തന്നെ ധനമന്ത്രിയുടെ പദവി വഹിക്കുന്നതിനാൽ നിയമ ഭേദഗതി വേണോ എന്ന് പരിശോധിക്കും. KM എബ്രഹാം ഒഴിഞ്ഞ് CEO പദവിയിലേക്ക് പുതിയ ആളെ നിയമിക്കുന്നതും ആലോചനയിലാണ്. വരുമാനം ലഭിക്കുന്ന പദ്ധതികൾ കിഫ്ബിയിൽ കൂടുതലായി ഉൾപ്പെടുത്തുകയെന്നതാണ് UDF സർക്കാരിന്റെ നയം. കിഫ്ബി എടുത്ത വായ്പകൾ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് വെട്ടിക്കുറച്ചിരിക്കുകയാണ് കേന്ദ്രം. കിഫ്ബിക്ക് സ്വന്തമായി വരുമാനമില്ലാത്തതിനാൽ വായ്പ സർക്കാരിന്റെ ബാധ്യതയായി തന്നെ കണക്കാക്കുമെന്നാണ് കേന്ദ്ര നിലപാട്. ഇത് ചൂണ്ടിക്കാട്ടി LDF സർക്കാർ നൽകിയ കേസ് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലാണ്. ഈ കേസ് തുടരണോ എന്ന കാര്യത്തിലും UDF സർക്കാർ തീരുമാനമെടുക്കേണ്ടതുണ്ട്. കിഫ്ബിക്ക് കീഴിലെ ആകെ പദ്ധതികളുടെ മൂല്യം ഇപ്പോൾ 1.10 ലക്ഷം കോടി രൂപയാണ്. ആകെ പദ്ധതികൾ 1237 എണ്ണവും. 1/4 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തിയാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കേരളത്തിലെ നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കി നിർമ്മാണ സാമഗ്രികളുടെ വില കുതിച്ചുയരുന്നു. ഒരു വീട് പണിയുടെ ആകെ ബജറ്റിൽ 30 മുതൽ 40% വരെ വർധനയുണ്ടായേക്കാമെന്നാണ് വിലയിരുത്തൽ. സിമന്റ്, കമ്പി എന്നിവയ്ക്ക് പുറമെ ഇലക്ട്രിക്കൽ വയറുകൾ, ടൈലുകൾ, പ്ലാസ്റ്റിക് അനുബന്ധ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കുണ്ടായ വൻ വിലവർധന സാധാരണക്കാരായ വീടുപണിക്കാരെയും കരാറുകാരുടെയും ബജറ്റിനെ പൂർണ്ണമായി താളം തെറ്റിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഒരു വീടുപണിയുടെ ആകെ ബജറ്റിൽ 30 മുതൽ 40% വരെ വർധനയുണ്ടായേക്കാമെന്നാണ് നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത്. മുൻപ് സ്ക്വയർ ഫീറ്റിന് 2200 രൂപയ്ക്ക് ചെയ്യാമായിരുന്ന നിർമ്മാണത്തിന് ഇപ്പോൾ കുറഞ്ഞത് 2500 രൂപയെങ്കിലും വേണം. 2000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കുമ്പോൾ ഏകദേശം 6 ലക്ഷം രൂപയുടെ അധിക ബാധ്യതയാണ് ഉടമസ്ഥർക്ക് ഉണ്ടാകുന്നത്. കമ്പി വില ടണ്ണിന് 5000 രൂപ മുതൽ 7000 രൂപ വരെയാണ് വർദ്ധിച്ചത്. ഇരുമ്പ് പൈപ്പുകൾക്ക് 25% വില ഉയർന്നു. ഒരു ചാക്ക് ബ്രാൻഡഡ് സിമന്റിന് നിലവിൽ 430 രൂപ മുതൽ 460 രൂപ വരെയാണ് വില. ടൈലുകൾ ഇരട്ടിയോളം വില വർദ്ധിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യങ്ങളും ഗ്യാസിന്റെ ലഭ്യതക്കുറവുമാണ് സെറാമിക് ടൈൽസ് ഉൽപ്പന്നങ്ങളെ ബാധിച്ചത്. ആഗോള വിപണിയിൽ ചെമ്പിന്റെ വില കുതിച്ചുയർന്നതോടെ ഇലക്ട്രിക്കൽ കേബിളുകൾക്കും വയറുകൾക്കും 30%-ലധികം വിലയുയർന്നു. മുൻപ് ഒപ്പിട്ട കരാറുകളിലെ പഴയ നിരക്കിൽ പണി പൂർത്തിയാക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കരാറുകാർ. നിർമ്മാണ സാമഗ്രികൾക്ക് ഇരട്ടി വില കൊടുക്കേണ്ടി വരുമ്പോഴും കരാറുള്ളതിനാൽ ഉപഭോക്താക്കളിൽ നിന്ന് അധിക തുക ഈടാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നതും കോൺട്രാക്ടർമാർ പറയുന്നു. വിലക്കയറ്റത്തിനു പുറമെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്ഷാമവും നിർമ്മാണ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.